ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷി സാൻഡൽസ് ആണ്. ഇത് 0 to 3 മന്ത്സിനാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന യാൺ അക്രലിക് യാണാണ്. 3 പ്ലൈയുടെ 2 യാൺ ഒരുമിച്ച് പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 പ്ലൈ യാൺ എടുത്താലും മതി. ഇതിൻ്റെ സോൾ സൈസ് വരുന്നത് 3.5 ഇഞ്ചസ് ആണ്. 0 to 3 മന്ത്സിൻ്റെ ആ ഒരു സൈസ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആട്ടോ. ക്രോഷ്യ ഹുക്ക് സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് 3 mm ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോൾ ചെയ്യാനായിട്ട് ഞാൻ 3 പ്ലൈയുടെ 2 യാൺ ഒരുമിച്ച് പിടിച്ചാൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് 6 പ്ലൈ യാൺ ഉണ്ടെങ്കിൽ ഒരെണ്ണം മതി. എന്തെങ്കിലും അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ 3 പ്ലൈയുടെ 2 യാൺ ഒരുമിച്ച് പിടിച്ചാൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. നെക്സ്റ്റ് ചെയിൻ 8, ചെയിൻ 1 2 3 4 5 6 7 8 പ്ലസ് 1 ടോട്ടൽ 9. 8 ചെയിൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പ്ലസ് 1 ചെയ്തത് നമുക്ക് റിട്ടേൺ വരാനാണ്. അങ്ങനെ ടോട്ടൽ 9 ചെയിൻ. ഇനി ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ ചെയിനിലോട്ട്, അതായത് നമ്മുടെ 8th ചെയിനിലോട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യേസ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ചെയിൻസിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇൻക്രീസ് ഇല്ല കേട്ടോ, ജസ്റ്റ് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 and 6. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 1 മോർ സ്റ്റിച്ച് ഉണ്ട്. ഈ ഒരു സ്റ്റിച്ചിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഈ ഒരു സെയിം സ്റ്റിച്ചിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2, ഹാഫ് ഡബിൾ ക്രോഷ്യ 3, half double crochet 4, half double crochet 5, and half double crochet 6. Half double crochet 6. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെ ടേൺ ആയി വന്നു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 സ്റ്റിച്ചസിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ 2 3 4 5 and 6. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തത്, അതിലോട്ട് സെയിം അതുപോലെ തന്നെ 2 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ 1 ചെയ്തില്ലേ, അതിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ റൗണ്ട് 1 ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 1, ഫസ്റ്റ് 1 ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. സെക്കൻഡ് 1 ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. ഇനി ഇവിടെ നിങ്ങോട്ട് 6 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 and
6. Next 6 stitches again increase ആണ്. Half double crochet 1 and same space one more. Second one increase. Third one. Fourth one. Fifth one. Sixth one. ഇവിടെ നിങ്ങോട്ട് 6 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 and 6. ഇനി റിമൈനിങ് 2 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലോട്ട് ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലും ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2. ഈ ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് 2 ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് സോളിലെ ലാസ്റ്റ് റൗണ്ടാണ് റൗണ്ട് 3. ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ് 1 and 2. നെക്സ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ അഗെയിൻ ഇൻക്രീസ്. ഈ നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 and 6. ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യാണ്. തെറ്റിപ്പോകരുത്. ഇത്ര നേരം ചെയ്തത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ. yarn over. ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. സെയിം സ്പേസിൽ തന്നെ 1 more ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ടോട്ടൽ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1 ടൈം കഴിഞ്ഞു. 1 ഡബിൾ ക്രോഷ്യ 1 ഇൻക്രീസ്. ഇനി സെക്കൻഡ് സെറ്റ് ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻക്രീസ്. നെക്സ്റ്റ് തേർഡ് വൺ 1 ഡബിൾ ക്രോഷ്യ and 1 double crochet increase. Next fourth one 1 double crochet and 1 double crochet increase. Fifth one 1 double crochet and 1 double crochet increase. Sixth one 1 double crochet and 1 double crochet increase. ഇനി ഇവിടെ നിങ്ങോട്ട് 6 സ്റ്റിച്ചസിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടോ ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. 1 2 3 4 5 and 6. ഈ റിമൈനിങ് 4 സ്റ്റിച്ചസ് ആണുള്ളത്. അത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തതുപോലെ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ഇൻക്രീസ്. നെക്സ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഇനി ഒരു ചെയിൻ 1 സ്പേസിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു സെയിം പാറ്റേണിൽ 1 more സോൾ ചെയ്തെടുക്കണം. സെയിം തന്നെ നമുക്കിത് ടുഗദർ വെച്ച് ഗമ്മ് വെച്ച് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇപ്പോഴല്ല, മുകളിലുള്ള ഈ ഒരു ലൈൻ ചെയ്തിട്ട് ഇതുപോലെ നമ്മളിതിനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ 1 more സോള് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെങ്ങനെ മുകളിലുള്ള ഭാഗം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി നമ്മുടെ ഷൂവിൻ്റെ ഈ ഒരു പാർട്ട് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സോൾ എടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റ് ബാക്കിൽ സ്റ്റിക്ക് ചെയ്യണതാണ് കേട്ടോ.
എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ 10 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് 10 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഇതുപോലെ ഓരോ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇവിടെയും ഇവിടെയും ഇതിൻ്റെ സെൻട്രലാട്ടോ സ്കിപ്പ് ചെയ്തിരിക്കുന്നത് 10 സ്റ്റിച്ചസ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബ്ലൂ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഫസ്റ്റ് വണ്ണിൽ ഇതുപോലെ എടുക്കുക. സൈഡിലല്ല, ഈ ഒരു ഡബിൾ ക്രോഷ്യ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക. നമ്മുടെ യാൺ ഇതുപോലെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ ഈ യാൺ ഇതിൽ കണക്റ്റഡായി. നെക്സ്റ്റ് നമ്മൾ ചെയിൻസാണ് ചെയ്യുന്നത്. ചെയിൻ 12, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമ്മൾ ഇപ്പുറത്ത് ഇട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ആ ഒരു ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലോട്ട് ഇതിലോട്ട് ഇതുപോലെ തന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കടത്തിയെടുക്കണം. നമ്മൾ യാൺ ജസ്റ്റ് കണക്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി 1 മോർ ടൈം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണം. അതിന് ചെയിൻ 14 ആണ്. ഇവിടെ ചെയ്ത് ചെയിൻ 12 ആയിരുന്നു. ഇതിൻ്റെ മുകളിലോട്ടാണ് ചെയ്യുന്നത്. സോ ചെയിൻ 14, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 and 14. അതിനെ ഇതിലോട്ട് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഒരു ബ്ലൂ കളർ ഞാൻ കട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എക്സ്ട്രാ വരുന്ന ഞാൻ ജസ്റ്റ് താഴോട്ട് കടത്തി കൊടുത്താൽ മതി. കാരണം നമ്മൾ സോൾ ഇതിൻ്റെ ബാക്കിൽ ഒരെണ്ണം കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് ഹൈഡ് ആവും. ഇത് ബാക്കിൽ ഇങ്ങനെ നിന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് കളർ എടുക്കാം. അത് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലോട്ട് ഇതുപോലെ തന്നെ ഞാൻ പിങ്ക് എടുക്കുന്നത്. ചെയിൻ 12, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നെക്സ്റ്റ് ചെയിൻ 14, ഈ ഒരു സെയിം സ്പേസിൽ സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ചെയ്യാം. ഞാൻ ടോട്ടൽ ഇതിൽ നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം നമ്മൾ ബ്ലൂവും പിങ്കും കഴിഞ്ഞു. ഇനി 1 2 3 4 5 and 6 ടൈംസ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 7 8 സ്റ്റിച്ചസ്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ എന്നിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ബാക്കിയുള്ള സ്റ്റിച്ചസും കൂടി ഇതുപോലെ ചെയ്തെടുത്തു. ഈ ബാക്ക് സൈഡിൽ റോപ്പ് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ, അത് നമ്മൾ ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്യും ലാസ്റ്റ്. ഞാൻ ഒരു ചെറിയ പിങ്ക് കളർ യാണ് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ടൈ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഷൂ ഇത്രയായി. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ബാക്ക് പാർട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സോള് ചെയ്തതുപോലെ ക്രീം കളർ ഞാൻ 2 എണ്ണം ചേർത്ത് പിടിക്കാം. എന്നിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത സെയിം തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ നമ്മുടെ ക്രീം കളർ ഞാൻ അറ്റാച്ച് ചെയ്യുക. ചെയിൻ 1. ഇനി ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷി ഇതുപോലെ ചെയ്തു പോകണം. ഇതിൻ്റെ എൻഡിലല്ലാട്ടോ ചെയ്യുന്നത്, ഇതുപോലെ ഫ്രണ്ട് പോസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫുൾ ഈ ഒരു എൻഡ് വരെ ഇതുപോലെ ചെയ്തെടുക്കാം സിംഗിൾ ക്രോഷി. ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് വണ്ണിലെത്തി, അതിലും ഒരു സിംഗിൾ ക്രോഷി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷി അങ്ങ് ചെയ്തു പോവാം. ഇങ്ങനെ ടോട്ടൽ 5 റൗണ്ട്സ് ചെയ്യണം. ഇത് ഫസ്റ്റ് വൺ. ഇനി 4 more റൗണ്ട്സ് ഇതേ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈ ഒരു ചെയിൻ സ്പേസിലും ചെയ്യണം, മറക്കരുത് കേട്ടോ. അഗെയിൻ ചെയിൻ 1 ചെയ്യുക, ടേൺ ചെയ്യുക, ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ടോട്ടൽ 5 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1 കഴിഞ്ഞു, ഇത് സെക്കൻഡ്. ഇനി 3, 4, 5 റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 5 റൗണ്ട്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഈ ഒരു സൈസിലായി. ഇനി നമുക്കിതിൻ്റെ ഡിക്രീസ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുന്നത് ഈ ഒരു റൗണ്ട് തൊട്ട് ചെയിൻ 1 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചസിലൊക്കെ ഓരോ സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ അഗെയിൻ സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ലാസ്റ്റ് 2 സ്റ്റിച്ചസ് ആണുള്ളത്. ഇതിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ചെയിൻ 1 ടേൺ ചെയ്യുക. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. റിമൈനിങ് സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യേസ്. ലാസ്റ്റ് വണ്ണിൽ അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ചെയിൻ 1 അഗെയിൻ ടേൺ ചെയ്യുക. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് സ്റ്റിച്ചസിലൊക്കെ ഓരോ സിംഗിൾ ക്രോഷ്യ.
ലാസ്റ്റ് വൺ again ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. 1 more റൗണ്ട് ഇതുപോലെ ചെയ്യണം. ചെയിൻ 1, ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ, റിമൈനിങ് സ്റ്റിച്ചസിലൊക്കെ ഓരോ സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് വൺ again ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നമുക്ക് യാൺ കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബോർഡർ കൊടുക്കണം. അപ്പോഴാണ് ഇത് ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇങ്ങോട്ട് ബോർഡർ കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ യാൺ കണക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് യാൺ കണക്ട് ചെയ്യുക. സോറി, ചെയിൻ 1. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, 2, 3. ഇങ്ങനെ ഈ ഒരു എഡ്ജ് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ ഈ ഒരു എഡ്ജ് നല്ല ക്ലീൻ ആയിട്ട് വരുന്നത്. ഈ ഒരു മുകൾ ഭാഗം അഗെയിൻ ഈ ഒരു സൈഡിലോട്ട് ലാസ്റ്റ് വണ്ണിൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഈ എക്സ്ട്രാ വരുന്ന യാണൊക്കെ താഴത്തേക്ക് കടത്തി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷൂ ഇങ്ങനെയായി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നെക്സ്റ്റ് നമ്മുടെ സോള് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫെവിക്വിക്കിൻ്റെ എടുക്കുന്നത്. നിങ്ങളുടെ ഏത് ഗമ്മൊന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജസിലോട്ട് അധികം ഗമ്മ് കൊണ്ടുവരണ്ട കേട്ടോ. നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ സോളും മുകളിലത്തെ സോളും ചേർത്ത് പിടിച്ച് പിങ്ക് കളർ ഞാൻ
സോറി, ഈ സൈഡിൽ കൂടെ ആയിട്ട് എടുക്കേണ്ട, തെറ്റിപ്പോയി. അപ്സൈഡ് ഡൗൺ പിങ്ക് കളർ ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു എഡ്ജിൽ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി. നെക്സ്റ്റ് സ്റ്റിച്ചിൽ കൂടെ യാൺ കടത്തുക, നമ്മുടെ യാൺ വലിച്ചെടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച്. അഗെയിൻ നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച്. 2 സോളിൻ്റെ ഉള്ളിൽ കൂടെ കടന്നൊന്ന് നോക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു ഷൂവിൻ്റെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ചെയ്ത് ചെയ്ത് കറക്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ പലരും എന്നോട് പറയുന്നുണ്ട് വീഡിയോയ്ക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണ്. നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സിൻ്റെ ഇത് വീഡിയോ കണ്ട് പഠിക്കുക, സ്റ്റിച്ചസൊക്കെ നല്ല തറോ ആവുക. അതിന് ശേഷം ഇതുപോലെ വീഡിയോ കണ്ട് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോയിൽ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങനെ പറഞ്ഞ് പോവുള്ളൂ. കാരണം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒത്തിരി കൂടുന്നു. അതുകൊണ്ടാട്ടോ. അപ്പോൾ സ്റ്റിച്ചസ് നല്ല തറ ആയതിന് ശേഷം ഇതുപോലത്തെ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ യാൺ ടു മാസ്റ്റർ പീസ് അതിൽ മെസ്സേജ് അയച്ചാലും മതി. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്ട്സ് എന്തെങ്കിലും ബൈ ചെയ്യണമെങ്കിൽ സെയിം ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലെ ഫുൾ എൻഡ് ഇതുപോലെ ബാക്കിലും ഒക്കെ ചെയ്യണം നമുക്ക്. ഇനി നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഞാൻ കട്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ഒന്ന് ടൈറ്റൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു കെട്ടിട്ട് നമുക്കിതിനെ സെക്യൂർ ചെയ്യാം. ഈ 2 സോളിൻ്റെയും ഇടയിൽ കൂടെ പതുക്കെ വലിച്ച് ഉള്ളിലോട്ട് കടത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെയായി നമ്മുടെ ഷൂ. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു റോപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് പിങ്ക് കളർ ഞാൻ 6 പ്ലൈ ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ 3 പ്ലൈയുടെ 2 എണ്ണം ഇതുപോലെ എടുക്കുക. സ്ലിപ്പ് നോട്ട് ഇടുക. നെക്സ്റ്റ് ചെയിൻസ് 100 ചെയിൻസ് ചെയ്തെടുക്കണം. ചെയിൻ 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ 100 ചെയിൻസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 100 ചെയിൻസ് ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. ഞാൻ കട്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് കടത്തി ടൈറ്റൻ ചെയ്യാം. ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ആരി നീഡിലില്ലേ അതാണ് എടുക്കാറ്, 0.5 mm. എന്നിട്ട് പതുക്കെ ഇതുപോലെ വലിച്ചെടുക്കണം. ആദ്യത്തെ റോപ്പ് കടന്നു. ഇച്ചിരി ഒരു പേഷ്യൻസ് ഉള്ള പണിയാട്ടോ. ഓക്കെ,
ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ടൈ ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ കൂടെ, ഈ ഒരു സൈഡിൽ കൂടെ 2 എണ്ണം എടുക്കുക. ഫസ്റ്റ് ഈ ഒരു സൈഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം. രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് തേർഡ് വണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കാം. ഇത് കടത്തിയെടുത്തതിന് ശേഷം ഈ ബീഡ്സ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഞാൻ ഫസ്റ്റ് വൺ അങ്ങനെ ചെയ്തേ, സെക്കൻഡ് വൺ അറിയാതെ ബീഡ്സും ഇട്ട് കൊടുത്തു. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ എടുക്കാം. ഇപ്പം നമ്മുടെ സാൻഡൽ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. See you in next video. Bye bye.